സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ എല്ലാമായ അച്ഛനും അമ്മയും തൻ്റെ പെണ്ണിനെ കൂടി അംഗീകരിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് കൃഷ് കൺമണിയെയും കൊണ്ട് പൊന്നൻമേട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനിടയിൽ മാനസ ബോധക്കേട് അഭിനയിച്ച് സാഗറിനെയും സുജാതയെയും തനിക്ക് കൃഷ്ണനെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്നതിൽ തന്നെ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യാണ്. ആൻറ്റിയമ്മയാണെങ്കിൽ അതിലും വലിയ കള്ളിയാണ് കേട്ടോ. എല്ലാം അറിഞ്ഞിട്ടും മാനസയെയും സാഗറിനെയും സുജാതയെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് കൺമണിയെ വല്ലാതെ തന്നെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണന് അറിയാം പൊന്നൻമേട്ടിൽ തന്നെയും തൻ്റെ കൺമണിയെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളതെന്ന്. മാത്രമല്ല അവർക്ക് ആപത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ രണ്ടുപേര് കൃഷ്ണനെയും കൺമണിയെയും ദ്രോഹിച്ചവർക്കെതിരെ നല്ല തിരിച്ചടി കൊടുത്തതുമാണല്ലോ. അപ്പോൾ കൃഷ് പുറത്തിറങ്ങി പോകുന്ന കണ്ടപ്പോൾ സാഗർ ആകെ തകർന്നു പോകുന്നുണ്ട്. തൻ്റെ മകൻ ധിക്കാരം കാണിച്ചു എന്ന തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അയാൾ കൃഷ്ണനെ തിരിച്ചു വിളിക്കാത്തത്. എന്നാലും കൃഷ് ഒരു സോറി ഇവരോട് പറഞ്ഞിട്ട് പോകുമെന്ന് സാഗർ പ്രതീക്ഷിച്ചിരുന്നു. തൻ്റെ മകൻ എന്നേക്കുമായിട്ട് തന്നെ വിട്ടു പോകുമെന്നുള്ള ഒരു പേടിയും അയാൾക്കുണ്ടായിട്ടോ. ഇപ്പോൾ സുജാതയാണെങ്കിലും മാനസയോടുള്ള ചതിക്ക് കൃഷ്ണന് ഇത്ര ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ എന്നുള്ള ചിന്തയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃഷ് പോയതിനുള്ളിൽ സങ്കടമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാട്ടാതെ നല്ല തൻ്റെ ഇടം അഭിനയിക്കുകയാണ്. കൂടാതെ തെറ്റ് മനസ്സിലാക്കി തൻ്റെ മകൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്നൊരു ചിന്തയും സുജാതയ്ക്കുണ്ട്. കൃപയാണ് കേട്ടോ ഏറ്റവും തകർത്തത്. കുസൃതികളുമായി ഇനി ഒരിക്കലും ഏട്ടൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൃപയ്ക്ക് അത്രയ്ക്കുണ്ട്. പിന്നെ ഒരിക്കലും താൻ ഏട്ടനെ ഇത്രയും വിട്ടു നിന്നിട്ടില്ലല്ലോ. കൃഷ്ണനെയും കൺമണിയെയും വീട്ടിൽ തന്നെ നിർത്താൻ കൃപ നോക്കുന്നുണ്ടെങ്കിലും കൃഷ്ണൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ കൃഷ്ണ കൺമണിയും കൊണ്ട് വീട്ടിലെത്താണ്. അവിടെ മുൻപിൽ തന്നെ ധനലക്ഷ്മിയും ശാന്തിയും സുലോചനയും നിൽക്കുന്നുണ്ട്. കൺമണി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രീനിയെയും അമ്മായിമാരെ കാണാനും അവരോട് അനുഗ്രഹവും അനുവാദവും വാങ്ങാനാണ് കേട്ടോ അവർ വന്നിരിക്കുന്നത്. കൺമണിയെ കണ്ട ധനലക്ഷ്മി അവളുടെ നെറ്റിയിലെ കുങ്കുമവും കാണുന്നുണ്ട്. ദേ കൺമണിയുടെ നെറ്റിയിൽ കുങ്കുമം എന്ന് പറയാണ്. ഇത് കേട്ട് കൃഷ് അവരുടെ നെറ്റിയിൽ കുങ്കുമം മാത്രമല്ല കഴുത്തിൽ താലിയും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ താലി കാണിച്ച് ഇവളിപ്പോൾ മുതൽ എൻ്റെ ഭാര്യയാണ്, ഞാനും കൺമണിയും കൂടി പൊന്നൻമേട്ടിലേക്ക് പോവുകയാണ്, അതിന് ഇവളുടെ അച്ഛനെ കണ്ട അനുഗ്രഹവും അനുവാദവും വാങ്ങാനാണ് ഞങ്ങൾ വന്നതെന്ന് കൃഷി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടുകയാണ് ധനലക്ഷ്മി. അമ്മായിമാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവർ സന്തോഷത്തോടെ കൺമണിക്കരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ശ്രീനിയും ഗോകുലും കൂടി ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനിക്കും ഗോകുലും ഇതൊക്കെ കണ്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ കൺമണിയുടെ മുഖം കണ്ട് എന്തോ സങ്കടമുള്ളതുപോലെ അവർക്ക് തോന്നുന്നത് കൊണ്ട് അവർക്ക് അതത്ര സന്തോഷിക്കാനും കഴിയുന്നില്ല. പിന്നീട് തളർച്ചയുള്ള മാനസയ്ക്ക് എന്തോ കുടിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ ആൻറ്റിയമ്മയോട് മാനസ തൻ്റെ മനസ്സിലുള്ള രഹസ്യം പറയുകയാണ്. അതായത് അവരുടെ മൂത്ത മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ബലരാമനാണ് ആ ആളെന്ന കാര്യവും മറ്റും. ഇത് സുജാത കേട്ടു എന്ന് മനസ്സിലാക്കുന്ന ആൻറ്റിയമ്മ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് മാനസയെ നോക്കുന്നുണ്ട്. സാഗറിൻ്റെ അടുത്ത് വന്ന് സുജാത സങ്കടത്തോടെ എൻ്റെ മകനെക്കുറിച്ച് എനിക്കറിയണം, അവൻ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ അവൻ്റെ തെറ്റ് മനസ്സിലാക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറയാണ് സാഗർ. കൃഷ്ണനെക്കുറിച്ചല്ല അവൻ്റെ ഏട്ടനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടുകയാണ് കേട്ടോ സാഗർ.